ഋഷഭ സിനിമയുടെ ഒരു ഗംഭീര അപ്ഡേറ്റ് നാളെ വരുന്നുണ്ട്. മിക്കവാറും സിനിമയുടെ ടീസറിൻ്റെയോ അല്ലെങ്കിൽ ട്രെയിലറിൻ്റെയോ അപ്ഡേറ്റ് ആയിരിക്കാം സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാൻ പോകുന്നത്. തെലുങ്കിലെ കത്തിപ്പടങ്ങൾ എടുക്കുന്ന ഡയറക്ടറാണ് ഋഷഭ സിനിമയുടെ ഡയറക്ടറായ നന്ദകിഷോർ. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വലിയ പ്രതീക്ഷകളൊന്നും നിലവിൽ ആർക്കും ഇല്ല. ലാലേട്ടൻ്റെ ഒരു ഗംഭീര പാൻ ഇന്ത്യൻ പടത്തിൻ്റെ അപ്ഡേറ്റ് നാളെ വരാൻ പോകുന്നുണ്ടെന്നുള്ളൊരു ഓളമൊന്നും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും സിനിമയുടെ ടീസറോ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് സിനിമ ക്വാളിറ്റിയുള്ള ചിത്രമാണോ അല്ലേന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പീറ്റർ ഹെയ്നാണ്. പുലിമുരുകൻ ഓഡിയൻസ് സിനിമകൾക്ക് ശേഷം ഈ ഒരു കോംബോ വീണ്ടും വരുന്ന ചിത്രമാണ് ഋഷഭ. പേഴ്സണലി ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഹൃദയപൂർവ്വം സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ 18 ദിവസം കൊണ്ട് 38 കോടി രൂപയാണ് സിനിമ കളക്ഷൻ നേടിയത്. ഇന്നോ നാളെയായിട്ട് കേരളത്തിൽ സിനിമ 40 കോടി കളക്ഷനിലേക്ക് എത്തും. ഓവർസീസിൽ സിനിമ $3.28 മില്യൺ കളക്ഷൻ നേടിയിരിക്കുന്നത്. അതായത് 28 കോടി 90 ലക്ഷം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 4 കോടി 10 ലക്ഷം. 18 ദിവസം സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 71 കോടിയാണ്. അടുത്ത വീക്കെൻഡിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടിയിലേക്ക് എത്തും. നമുക്കറിയാം ലോക സിനിമ തുടരും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എമ്പുരാനാണ്. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെയാണ് ലോക സിനിമയുടെ ബുക്കിങ്ങും കളക്ഷനൊക്കെ വരുന്നത്. ഹൃദയപൂർവ്വം പോലെ ഒരു ഫീൽ ഗുഡ് ചിത്രം ഈ ഒരു സിനിമയുമായി ക്ലാഷ് റിലീസ് വെച്ച് 75 കോടിക്ക് അടുത്തൊക്കെ കളക്ഷൻ നേടാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ എന്ന ആ ഒരു ബ്രാൻഡിൻ്റെ പവർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.